energy stored in an inductor. When the key in the circuit is closed, the current will increase from 0 to maximum. So the magnetic field and the magnetic flux in the coil will increase. So an EMF will be induced in the coil. This EMF will oppose the increase of current from 0 to maximum. അങ്ങനെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കറണ്ട് ഈ കോയിലിലൂടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കറിയാം ഇതിലുള്ള കറണ്ട് എന്നാലും മാക്സിമം വാല്യൂ ആവും. സീറോയിൽ നിന്ന് മാക്സിമം ആവും. എങ്ങനെയാവുന്നത്? ദിസ് കറണ്ട് വിൽ ഡു സം വർക്ക് അഗെയിൻസ്റ്റ് ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് വിൽ റീച്ച് ദ മാക്സിമം വാല്യൂ. അങ്ങനെ ചെയ്യുന്ന വർക്കാണ് കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ദിസ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് എനർജി ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ കോയിൽ. നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഒരു ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് എനർജിയാണ്. എവിടെയാ സ്റ്റോർ ചെയ്യുക? കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ. We are going to find an expression for the magnetic energy stored in an inductor. അതിന് we are assuming that the current is increasing from 0 to I0. കീ ഓപ്പൺ ആക്കുമ്പോൾ കറണ്ട് 0 ആണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് എത്ര മാക്സിമം വാല്യൂ? I0. കറണ്ട് I0 വരെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 0 മുതൽ I0 വരെയാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയം എടുക്കുക. ആ സമയത്തുള്ള കറണ്ട് I ആണ്. ലെറ്റ് I be the current at any instant dt. ഒന്നുകൂടി പറയാം, കറണ്ട് 0 മുതൽ I0 വരെ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയം dt എടുക്കുക. ആ സമയത്തുള്ള കറണ്ട് I ആണ്. ആ I കാരണം ഈ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഗിവൺ ബൈ E ഈക്വൽസ് മൈനസ് L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഞാനിവിടെ ന്യൂമറിക്കൽ വാല്യൂ എടുത്തിട്ടുള്ളൂ. E ഈസ് ഈക്വൽ ടു L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ആ സമയത്തുള്ള കറണ്ട് I ആണ്, ഇൻസ്റ്റന്റ് ഡി ടി ആണ്. ഈ I ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെതിരെ വർക്ക് ചെയ്യണം. Induced EMF will oppose this current I. Then this current I has to do some work against the induced EMF. Work done by the current I against the induced EMF. Work done കാണാനുള്ള ഫോർമുല എന്താ? W equals QV. കറണ്ട് I ആവുന്ന സമയത്തുള്ള ചാർജ് dQ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ Qന്റെ സ്ഥാനത്ത് നമുക്ക് dQ എന്ന് എഴുതാൻ പറ്റും. So formula will be ന്റെ സ്ഥാനത്ത് വാല്യൂ എഴുതുക. E is equal to L into di by dt. dQ എന്ന് പറഞ്ഞാൽ dt എന്നുള്ള സമയത്തുള്ള ചാർജ് ആണ്. ആ സമയത്തുള്ള കറണ്ട് I ആണ്. സോ യു ക്യാൻ റൈറ്റ് dQ ഈക്വൽസ് I ഇൻറ്റു dt. ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആവും. യു ക്യാൻ റൈറ്റ് വർക്ക് ഡൺ ബൈ ദ കറണ്ട് I ഈക്വൽസ് L I di. അപ്പോൾ I എന്നുള്ള കറണ്ട് ചെയ്യുന്ന വർക്കാണ് Li di. Then what will be the work done for the current to increase from 0 to I0? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. Integral of 0 to I0 of Li di. ഇതിൽ di ആണ് ഫംഗ്ഷൻ. So you keep I inside and take L outside. W equals L integral 0 to I0 of I di. X dx ന്റെ ഇന്റഗ്രൽ x square by 2 ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. This is equal to L into I square by 2 0 to I0. ആദ്യം Iക്ക് അപ്പർ ലിമിറ്റ് I0 കൊടുക്കുക, പിന്നെ Iക്ക് ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. You will get W equals half Li 0 square. This work done against the induced EMF will be stored as magnetic energy. So you can write U equals half Li 0 square. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിസത്തിലും എനർജി ഡിനോട്ട് ചെയ്യുക U എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സോ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ U ഈക്വൽസ് ഹാഫ് Li 0 സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ഇത് ചോദിക്കാറുണ്ട്. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കുക. എ കറന്റ് ഓഫ് 0.2 ആംപിയർ സെറ്റ് അപ്പ് ഇൻ ആൻ ഇൻഡക്റ്റൻസ് 5000 millihenry takes 0.01 seconds. Calculate the induced EMF. രണ്ടാമത്തെ question, find the work done in establishing the
current. ഇനി എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കുക. I is equal to 0.2 ampere. ഇൻഡക്റ്റൻസ് L തന്നിട്ടുണ്ട് 500 മില്ലി ഹെൻറി ആണ്. അതിനെ ഹെൻറി ആക്കണം. 500 into 10⁻³ എന്നുള്ളത് 0.5 ആണ്. ഇനി dt തന്നിട്ടുണ്ട്. ടൈം എത്രയാ? 0.01 സെക്കൻഡ്സ്. കറന്റ് 0യിൽ നിന്നും 0.2 ആംപിയർ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡി ഐ വരിക. ഫൈനൽ കറന്റ് മൈനസ് ഇനീഷ്യൽ കറന്റ് ആണ്. 0.2 ആംപിയർ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0.2 ആംപിയർ. So you can find induced EMF E is equal to minus L into di by dt. Find the work done in establishing the current. Work done by the current against the induced EMF എന്ന് പറഞ്ഞാൽ എനർജി ആണ്. എനർജിന്റെ ഫോർമുല ഹാഫ് എൽ ഐ 0² എന്നാണ്. L അറിയാം, ഐന്റെ വാല്യൂ 0.2 ആണ്. So you can substitute and find U. E is equal to minus L into di by dt എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. U വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി U is equal to half Li² എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തിട്ട് you can solve this problem. Mutual induction. You can see two coils in this diagram. This one is called the primary P. To the primary P we are connecting a battery and a key. To the secondary we are connecting a galvanometer. You know, a galvanometer shows a deflection when a current is flowing through the coil. This is called the secondary coil. Now we are closing the key of the primary. A current will increase from 0 to maximum through the primary. So there will be an increase of magnetic field and magnetic flux in the primary, and an EMF will be induced in the primary. Primary key close ചെയ്യുമ്പോൾ primary coil ഒരു induced EMF ഉണ്ടാവും. നമ്മളത് പഠിച്ചതാണ് സെൽഫ് ഇൻഡക്ഷൻ. പക്ഷെ we are not interested in the EMF produced in the primary. ഈ പ്രൈമറി കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും. ഈ സെക്കൻഡറി നിൽക്കുന്നത് ഈ പ്രൈമറി കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിലാണ്. പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ സെക്കൻഡറി കോയിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ച് ആർക്കും ബാധകമാണ്? സെക്കൻഡറിക്കും ബാധകമാണ്. When the magnetic flux in the secondary changes, an EMF will be induced in the secondary also. When the key K of the primary is closed, the current in the primary increases from 0 to maximum. So there will be a change of flux in the secondary also, and an EMF will be induced in the secondary. ഇനി ഞാൻ കീ റിലീസ് ചെയ്യാണ്. പ്രൈമറിയിലെ കീ റിലീസ് ചെയ്യുമ്പം the current through the primary decreases from maximum to 0. So there will be a change of magnetic field and magnetic flux in the primary. Secondary നിൽക്കുന്നത് ആ ഫീൽഡിലാണ്. So there will be a change of magnetic flux in the secondary also, and an EMF will be induced in the secondary. ഈ ഫിനോമിനയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. The property of the coils by which an EMF is induced in the secondary when there is a change of current in the primary. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. Mutual induction is the property of two coils by which an EMF is induced in the secondary when there is a change of current in the primary. So we have seen what is mutual induction. Now we are going to see what is mutual inductance. ഒരു പേരും കൂടി ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ M. Let I1 be the current flowing through the primary. ആ I1 കാരണം പ്രൈമറിയിലും സെക്കൻഡറിയിലും ഫ്ലക്സ് ഉണ്ടാവും. സെക്കൻഡറിയിലുള്ള ഫ്ലക്സ് φ2 ആയിക്കോട്ടെ. You can write φ2 proportional to I1. പ്രൈമറിയിൽ കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് കൂടുതലായിരിക്കും. പ്രൈമറിയിലൂടെ കുറച്ച് കറന്റ് ഫ്ലോ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് കുറവായിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ദ ഫ്ലക്സ് ത്രൂ ദ സെക്കൻഡറി φ2 proportional to I1, or പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് കോൺസ്റ്റന്റ് എഴുതുക. φ2 equals MI1, where M is a constant called mutual inductance.
Now we are going to define mutual inductance M. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അത് ഡിഫൈൻ ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ ഇത് തന്നെയാണ്. If I1 equals 1 ampere, then M equals phi2. നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? The mutual inductance between two coils is the magnetic flux linked in the secondary when a current of 1 ampere flows through the primary. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ. We have EMF induced in the secondary E2 equals minus d phi2 by dt. സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന EMF എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. So you can write E2 equals minus d phi2 by dt. നമ്മൾ ന്യൂമറിക്കൽ സൈൻ മാത്രം എടുക്കണോണ്ട് മൈനസ് ഒഴിവാക്കിയിട്ട് E2 equals d phi2 by dt എന്ന് എഴുതി. phi2ന്റെ സ്ഥാനത്ത് you write M I1. ഈ ഇക്വേഷൻ എഴുതാം. You can take M outside. So you can write E2 equals M into dI1 by dt. If dI1 by dt equals 1 ampere per second, then M equals E2. Mutual inductance between two coils is the EMF induced in the secondary when the current changes at a rate of 1 ampere per second in the primary. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യാം. യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ഓർ വെബർ പെർ ആംപിയർ. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റും ഹെൻറി തന്നെയായിരുന്നു. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റും ഹെൻറി ആണ്. ഓർ യു ക്യാൻ റൈറ്റ് വെബർ പെർ ആംപിയർ. Now we are going to define 1 Henry. നമ്മൾ ഇക്വേഷൻ എഴുതാം. phi2 equals M I1. If I1 equals 1 ampere and phi2 equals 1 Weber, then M equals 1 Henry. The mutual inductance between two coils is 1 Henry if a current of 1 ampere flowing through the primary produces a magnetic flux of 1 Weber in the secondary. പ്രൈമറിയിൽ ഒരു ആംപിയർ കറന്റ് ഒഴുകുമ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് 1 വെബർ ആണെങ്കിൽ ആ രണ്ട് കോയിലുകളുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആണ്. ഇനി എമ്മിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ആദ്യം എമ്മിന്റെ ഫോർമുല എഴുതാം. M equals phi b by I. ഇത് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ അതേ ഫോർമുലയാണ്. സോ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ you can write the same. You will get the dimensional formula for mutual inductance is ml square t raised to minus 2 I raised to minus 2. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലിനും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എമ്മിനും ഒരേ യൂണിറ്റും ഒരേ ഡയമെൻഷണൽ ഫോർമുലയുമാണ്. We are going to derive an expression for mutual inductance of two solenoids. You consider a primary coil P of length L, area A, and having small n number of turns per unit length, carrying a current I. ഇതാണ് നമ്മളെ primary coil. Primary coil has length L, area A, and number of turns per unit length small n, and it carries a current I. A secondary coil is wound over the primary. കണ്ടില്ലേ, yes എന്ന് പറഞ്ഞാൽ secondary coil is wound over the primary. Secondary has a total number of turns capital N. The two coils have same length and same area. അപ്പോൾ secondary coilന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? It has a total number of turns capital N, area A, and length L. We are going to see what is the magnetic flux produced in the secondary. Flux in the formula NBA cos theta ആണ്. സെക്കൻഡറിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? ക്യാപിറ്റൽ N. അപ്പോൾ അവിടെ എഴുതാം. സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി ആണ്. പ്രൈമറി കൂടെ കറണ്ട് ഒഴുകുന്നത്. സോ പ്രൈമറി വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അത് തന്നെയായിരിക്കും സെക്കൻഡറിയിലും ഉണ്ടാവുക. അപ്പം പ്രൈമറിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര നമുക്ക് എഴുതാം? എനിക്കറിയാം, സോളിനോയിഡ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് given by mu 0 Ni. So the magnetic field produced in the secondary also will be mu 0 Ni. Secondary area എന്താണ്? A. ഇനി cos theta 1 ആണ്. So you can write the magnetic flux produced in the secondary phi2 equals mu 0 Nn Ia. എന്നതിന് ഇക്വേഷൻ 1 കൊടുക്കുകയാണ് കേട്ടോ. ഇനി സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കാണാൻ ഒരു ഫോർമുലയും കൂടി ഉണ്ട്. എന്താ? What is the other formula to find the magnetic flux produced in the secondary? Phi2 equals Mi.
If M is the mutual inductance between the two coils, then you can write phi 2 equals Mi. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സെക്കൻഡറിയിലുള്ള ഫ്ലക്സിന്റെ ഫോർമുലയാണ്. സോ യു ക്യാൻ ഇക്വേറ്റ് 1 and 2. ഫ്രം 1 and 2 യു ക്യാൻ റൈറ്റ് Mi ഈക്വൽസ് mu 0 Nn Ia. രണ്ട് ഐയും ക്യാൻസൽ ആയി പോകും. സോ യു ക്യാൻ റൈറ്റ് മ്യൂച്വൽ ഇൻഡക്ടൻസ് M ഈക്വൽസ് mu 0 Nna, where mu 0 is the permeability of free space, small n, number of turns per unit length of the primary, capital N, total number of turns of the secondary, and A is the area of the secondary. നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസിനെ വേറൊരു രീതിയിലേക്കും എഴുതാം. If N1 is the total number of turns of the primary, പ്രൈമറിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N1 ആണ് എങ്കിൽ നമുക്ക് സ്മോൾ എന്നിനെ N1 by L എന്ന് എഴുതാം. സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പ്രൈമറിയാണ്. സോ യു ക്യാൻ റൈറ്റ് സ്മോൾ n as N1 by L. So equation becomes M equals mu 0 N1 N2 A by L. If you are winding the two coils over a magnetic material, then you can write this equation as M equals mu 0 mu R Nna. Mu R is the relative permeability. We are going to see on what all factors does the mutual inductance between the two coils M depends. We know the formula M is equal to mu 0 mu R Nna. So mutual inductance depends on geometry of the coils. അതായത് കോയിലിന്റെ സൈസ്, ഷേപ്പ്, നമ്പർ ഓഫ് ടേൺസ് എക്സെട്ര. It depends on the nature of the material on which the coil is wound. ആ രണ്ട് കോയിലും വൈൻഡ് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് പെർമിബിലിറ്റി കൂടിയ ഒരു മെറ്റീരിയലിന്റെ മുകളിലാണ് എങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് കൂടുതലായിരിക്കും. It depends on the area of the coil A. It depends on the relative placement between the coils. If the two coils are close to each other, the mutual inductance will be greater. If the two coils are far apart, the mutual inductance M will be less. ഇങ്ങനെ നാല് ഫാക്ടേഴ്സിനെയാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുക. Geometry of the coil, nature of the material on which the coils are wound, area of the coil, and the relative placement between the two coils. ഒരു ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. A coil X is placed near coil Y. Coil Y ന്റെ പ്രത്യേകത എന്താ? To coil Y an AC is connected. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. ACയും DCയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. AC എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. DC എന്ന് പറയുമ്പോൾ കറന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ AC ഓൾട്ടർനേറ്റിംഗ് കറന്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി കോയിൽ എക്സിന്റെ പ്രത്യേകത എന്താ? കോയിൽ എക്സ് ഈസ് കണക്റ്റഡ് ടു എ ബൾബ് ബി. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു ഒബ്സർവ്? അപ്പൊ ഇങ്ങനെ എക്സും വൈയും അടുത്തടുത്ത് വെച്ചാൽ എന്താ കാണാൻ പറ്റുക? ഈ വൈയിലുള്ള കറന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വൈയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് സെക്കൻഡറിക്കും ബാധകമാണ്. സെക്കൻഡറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. This produces an induced current and the bulb will glow. But due to mutual induction, the bulb B will glow. രണ്ടാമത്തെ ചോദ്യം, what happens when coil X moves away? നമ്മൾ coil X നെ ദൂരത്തേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കുന്നു? When coil X is moved away, mutual induction between the two coils decreases. Mutual induction കുറയുമ്പോൾ എന്ത് സംഭവിക്കും? എക്സിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF കുറയും, ഇൻഡ്യൂസ്ഡ് കറന്റ് കുറയും, ബൾബ് ബിന്റെ ബ്രൈറ്റ്നസ് കുറയും. The mutual induction decreases, the brightness of the bulb decreases. A long solenoid with 15 turns per centimeter has a small loop of area 2 cm square placed normal to the axis of the solenoid. The current carried by the solenoid changes from 2 ampere to 4 ampere in 0.1 seconds. What is the voltage induced in the loop? പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? ഒരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 15 ആണ്. ആ സോളിനോയിഡിന്റെ മുകളിൽ ഒരു സ്മോൾ ലൂപ്പ് വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സോളിനോയിഡ് ആണ് പ്രൈമറി, ഈ സ്മോൾ ലൂപ്പ് ആണ് സെക്കൻഡറി. പ്രൈമറിന്റെ മുകളിൽ വൈൻഡ് ചെയ്ത സെക്കൻഡറിയുടെ ഏരിയ എത്രയാണ്? 2 cm² ആണ്.
സോളിനോയിഡിലൂടെ പ്രൈമറിയിലൂടെയുള്ള കറന്റ് 2 ആംപിയറിൽ നിന്നും 4 ആംപിയർ ആവുകയാണെങ്കിൽ what will be the voltage induced in the secondary? ഇപ്പോൾ പ്രൈമറിയിലൂടെ കറന്റ് 2 ആംപിയറിൽ നിന്ന് 4 ആംപിയർ ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഓരോ ടേംസും എഴുതാം. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 15 ആണ്. 15 ടേൺസ് പെർ സെന്റിമീറ്ററിന് മീറ്റർ ആക്കണം. 15 ടേൺസ് ഡിവൈഡഡ് ബൈ 10⁻⁻² മീറ്റർ എന്ന് ചെയ്താൽ 1500 ടേൺസ് പെർ മീറ്റർ എന്ന് കിട്ടും. പ്രൈമറിയിലുള്ള കറന്റിലെ ചേഞ്ച് എത്രയാണ്? 4 - 2 ആണ്, 2 ആംപിയർ. അതിനെടുക്കുന്ന സമയം 0.01 സെക്കൻഡ്. സെക്കൻഡറിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് സ്മോൾ ലൂപ്പ് എന്നാണ്. അപ്പോൾ ഒരൊറ്റ ലൂപ്പേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡറിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. സെക്കൻഡറിയുടെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ ആക്കണം. 2 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഇനി പ്രൈമറിയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പം സെക്കൻഡറിയിലെ ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നാണ് ചോദ്യം. അതിന്റെ ഫോർമുല എഴുതുക. E2 = m × dI1/dt. ഇവിടെ m തന്നിട്ടില്ല. സോ യു റൈറ്റ് ദ ഫോർമുല ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. μ0 NNA × dI/dt. μ0ന്റെ വാല്യൂ 4π × 10⁻⁻7. ബാക്കി എല്ലാ ടേംസും ഇവിടെ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. EMF induced in the secondary E2 = 24π × 10⁻⁻6 volt. Relation between mutual inductance and self inductance. രണ്ട് കോയിൽ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസി L1, രണ്ടാമത്തെ കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസി L2. രണ്ട് കോയിലുകളുടെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസി M. Then you can write the relation M = K√L1 L2. K is called the coefficient of coupling. For tight coupling, K is equal to 1. എന്താണ് ടൈറ്റ് കപ്ലിംഗ്? രണ്ട് കോയിലുകൾ തമ്മിൽ അടുത്ത് വെക്കുമ്പോൾ പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന മുഴുവൻ ഫ്ലക്സും സെക്കൻഡറിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ടൈറ്റ് കപ്ലിംഗ് എന്നാണ് പറയുക. അതായത് ഫ്ലക്സ് ലീക്കേജ് ഒന്നുമില്ല. then it is called tight coupling. For tight coupling, K is equal to 1. ഫ്ലക്സ് ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനെ ലൂസ് കപ്ലിംഗ് എന്നാണ് പറയുക. പ്രൈമറിയിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മുഴുവനും സെക്കൻഡറിയിലേക്ക് പോകുന്നില്ല. ഇവിടെ ഫ്ലക്സ് ലീക്കേജ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലൂസ് കപ്ലിംഗ്. ഫോർ ലൂസ് കപ്ലിംഗ്, K <1. So our relation between mutual inductance and self inductance is given by M is equal to K√L1 L2. അതുപോലെ നമുക്കൊരു റിലേഷൻ കൂടി എഴുതാം. L1² / L2² = N1² / N2². N1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി, N2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി.